ഹലോ ഗായ്സ്, അപ്പൊ നമുക്കൊരു കല്യാണത്തിന് പോയിട്ട് വന്നാലോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട് ഇവളെന്താ ഈ ഇരുട്ടത്ത് പോണേന്ന്. എനിക്ക് കല്യാണം വന്നിട്ട് മലപ്പുറത്താണ്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം വരെ പോണം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു. 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നേ. വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10-16 പേര് ചേർന്നിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോയത്. അങ്ങനെ പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കൊന്ന് പുറത്തോട്ട് നോക്കിയത്. അപ്പം ഏതോ ഒരു പാലത്തിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ടേക്കുന്നു. കറക്റ്റ് നടുക്ക് ഞങ്ങൾ ഇരിക്കുന്നത്. എങ്ങാനും മറിഞ്ഞു പോയാൽ നീന്താൻ പോലും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വണ്ടി മൂവ് ആയത്. അങ്ങനെ പിന്നെ ഒരു 7-8 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി. താനൂരിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം ചെറിയൊരു വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അടുത്തുള്ള ഫുഡ് കൗണ്ടറിലേക്ക് നോക്കിയാണ് ഇരുന്നത്. എപ്പോ വിളിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ ഇരുന്നപ്പോഴാണ് അവര് ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചത്. അങ്ങനെ പിന്നെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോഴേ നല്ല മഴയാണ്. രാവിലെ പിന്നെ ഒരു ചായ കുടിക്കണം. അങ്ങനെ പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചായ വാങ്ങിച്ചു കുടിച്ചപ്പോഴാണ് പഴംപൊരി ഉണ്ട്. അങ്ങനെ പിന്നെ പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കഴിക്കാന്ന് വിചാരിച്ചു. ഇത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം എടുത്ത് നോക്കിയതിന് ശേഷം ഞാൻ റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ റൂം. അത്യാവശ്യം നല്ല വലിയ റൂമായിരുന്നു. TV കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എന്റെ സാധനം മാത്രമല്ലായിരുന്നു, ഇവിടെ സജിലത്താടെ സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ബാക്കി കബോർഡിനകത്ത് പിന്നെ നിറയെ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ നിറച്ചിരിക്കുകയായിരുന്നു. അടുത്തായിട്ട് തന്നെ നല്ലൊരു മിററും ഉണ്ടായിരുന്നു, വലിയൊരു മിറർ. അതിൽ നോക്കുമ്പോൾ തന്നെ നല്ല സമാധാനം കിട്ടുമായിരുന്നു. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ അവിടെയുള്ള അടുത്ത വീടൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കല്യാണം വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്തോ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. സെവൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കല്യാണ മണ്ഡപമായിരുന്നു. അതിന്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേയും വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്കാണെങ്കിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു പോയേണ്ട ഒരു ഇതേ ഉള്ളൂ. ഒരു വളവിന്റെ അപ്പുറത്തായിരുന്നു ഓഡിറ്റോറിയം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴാണ് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ ഒരു ഗാനമേള പാട്ടൊക്കെ പാടി ഇങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് സൈഡ് ഡിഷ് ആയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് മന്തിയോ അതോ മട്ടൻ മന്തിയോ അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു അറ്റാക്ക് ആയിരുന്നു. എല്ലാത്തിനും കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. എല്ലാം ഇഷ്ടമാണോ എന്ന് അറിയണമല്ലോ. പിന്നെ ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് മൈസൂർ പാക്കും സുലൈമാനിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു.